അധ്യായം 1. യൂദാ രാജാവായ യഹോയാക്കീമിന്റെ 3-ാം ഭരണവർഷം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിച്ചു. കർത്താവ് യൂദാ രാജാവായ യഹോയാക്കീമിനെ അവന് ഏൽപ്പിച്ചു കൊടുത്തു. ദേവാലയത്തിലെ പാത്രങ്ങളിൽ ചിലതും അവിടുന്ന് അവന് നൽകി. നബൂഖദ്നേസർ അവനെ പാത്രങ്ങളോടൊപ്പം ഷീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോന്നു. പാത്രങ്ങൾ ദേവന്റെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചു. ഷണ്ഡന്മാരുടെ നായകനായ അഷ്പേനാസിനോട് രാജാവ് കൽപ്പിച്ചു, രാജകുലത്തിലും പ്രഭുവർഗത്തിലും ജനിച്ച കുറെ ഇസ്രായേൽക്കാരെ കൊണ്ടുവരിക. അവർ കുറ്റമറ്റവരും സുമുഖരും വൈദഗ്ധ്യമുള്ളവരും വിജ്ഞാനമാർജിച്ചവരും ഗ്രഹണശക്തിയുള്ളവരും കൊട്ടാരത്തിൽ സേവനം ചെയ്യാൻ കഴിവുള്ളവരുമായ യുവാക്കളായിരിക്കണം. കൽദായ ഭാഷയും ലിപിയും അവരെ പഠിപ്പിക്കണം. വിഭവസമൃദ്ധമായ രാജകീയ ഭക്ഷണത്തിന്റെയും രാജാവ് കുടിച്ചിരുന്ന വീഞ്ഞിന്റെയും ഓഹരി ദിവസേന അവർക്ക് കൊടുക്കുന്നതിനും രാജാവ് നിർദ്ദേശിച്ചു. അപ്രകാരം 3 വർഷത്തെ പരിശീലനത്തിനു ശേഷം അവർ രാജസേവനത്തിൽ പ്രവേശിക്കേണ്ടിയിരുന്നു. ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യൂദാ ഗോത്രത്തിൽപ്പെട്ട ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്നിവർ ഉണ്ടായിരുന്നു. കൊട്ടാര ഷണ്ഡന്മാരുടെ നായകൻ അവർക്ക് പേരുകൾ നൽകി. ദാനിയേലിനെ ബെൽത്തേഷാസർ എന്നും ഹനനിയായെ ഷദ്രാക്ക് എന്നും മിഷായേലിനെ മെഷാക്ക് എന്നും അസറിയായെ അബേദ്നഗോ എന്നും വിളിച്ചു. എന്നാൽ രാജാവിന്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. അവൻ ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ പ്രായത്തിലുള്ള മറ്റു യുവാക്കന്മാരെക്കാൾ നീ ക്ഷീണിച്ചിരിക്കുന്നതായി നിനക്ക് ഭക്ഷണപാനീയങ്ങൾ തരാൻ നിയോഗിച്ച എന്റെ രാജാവ് കണ്ടേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെയായാൽ രാജസമക്ഷം എന്റെ ജീവൻ നീ അപകടത്തിലാക്കും. തനിക്കും ഹനനിയായിക്കും മിഷായേലിനും അസറിയായിക്കും വേണ്ടി പ്രധാന ഷണ്ഡൻ നിയമിച്ചിരുന്ന വിചാരിപ്പുകാരനോട് ദാനിയേൽ പറഞ്ഞു, നിന്റെ ഈ ദാസന്മാരെ 10 ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ. ഞങ്ങൾക്ക് സസ്യഭക്ഷണവും ജലവും മാത്രം തരുക. അതിനുശേഷം ഞങ്ങളുടെയും രാജകീയ ഭക്ഷണം കഴിക്കുന്ന യുവാക്കളുടെയും മുഖം നീ കാണുക. നീ കാണുന്നതനുസരിച്ച് നിന്റെ ദാസന്മാരോട് വർത്തിച്ചാലും. അവരുടെ വാക്കുകേട്ട് അവൻ അവരെ 10 ദിവസത്തേക്ക് പരീക്ഷിച്ചു. 10 ദിവസങ്ങൾക്ക് ശേഷം അവർ രാജകീയ ഭക്ഷണം കഴിച്ചിരുന്ന യുവാക്കളെക്കാൾ ആരോഗ്യമുള്ളവരും കൊഴുത്തവരുമായി കാണപ്പെട്ടു. അതുകൊണ്ട് വിചാരിപ്പുകാരൻ അവരുടെ വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനും അവർ കുടിക്കേണ്ടിയിരുന്ന വീഞ്ഞിനും പകരം അവർക്ക് സസ്യഭക്ഷണം നൽകി. ദൈവം ഈ 4 യുവാക്കൾക്ക് എല്ലാ വിദ്യകളിലും വിജ്ഞാനത്തിലും അറിവും സാമർഥ്യവും നൽകി. സകലവിധ ദർശനങ്ങളും സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കാൻ ദാനിയേലിന് കഴിഞ്ഞിരുന്നു. അവരെ തന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്ന ദിവസം വന്നപ്പോൾ പ്രധാന ഷണ്ഡൻ അവരെ നബൂഖദ്നേസറിന്റെ മുൻപിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചു. എന്നാൽ ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്നിവർക്ക് തുല്യരായി അവരിൽ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ അവർ രാജസേവകരായി തീർന്നു. വിജ്ഞാനത്തെയും അറിവിനെയും സംബന്ധിച്ച് രാജാവ് ചോദിച്ച ഏത് കാര്യത്തിലും അവർ രാജ്യത്തെ ഏതു മാന്ത്രികനെയും ആഭിചാരകനെയും കാൾ 10 ഇരട്ടി മെച്ചപ്പെട്ടവരായി കാണപ്പെട്ടു. സൈറസ് രാജാവിന്റെ 1-ാം ഭരണവർഷം വരെ ദാനിയേൽ അവിടെ കഴിഞ്ഞു. അധ്യായം 2. നബൂഖദ്നേസറിന്റെ 2-ാം ഭരണവർഷം രാജാവിന് ചില സ്വപ്നങ്ങളുണ്ടായി. തന്മൂലം അവന്റെ മനസ്സ് കലങ്ങി, ഉറക്കം നഷ്ടപ്പെട്ടു. സ്വപ്നം വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രപ്രയോഗക്കാരെയും
കൽദായരെയും വരുത്താൻ രാജാവ് കൽപ്പിച്ചു. അവരെല്ലാവരും രാജസന്നിധിയിൽ വന്നു. രാജാവ് അവരോട് പറഞ്ഞു, എനിക്ക് ഒരു സ്വപ്നമുണ്ടായി. അതിന്റെ അർത്ഥമറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട്. കൽദായർ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. സ്വപ്നമെന്തെന്ന് ഈ ദാസരോട് പറഞ്ഞാലും ഞങ്ങൾ വ്യാഖ്യാനിക്കാം. രാജാവ് കൽദായരോട് പറഞ്ഞു, എന്റെ വാക്കിന് മാറ്റമില്ല. സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും പറയുന്നില്ലെങ്കിൽ നിങ്ങളെ കഷണം കഷണമായി അരിയുകയും നിങ്ങളുടെ ഭവനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും നൽകിയാൽ വിശേഷ സമ്മാനങ്ങളും പ്രതിഫലവും വലിയ ബഹുമതിയും നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് സ്വപ്നവും അതിന്റെ അർത്ഥവും പറയുവിൻ. അവർ വീണ്ടും പറഞ്ഞു. സ്വപ്നമെന്തെന്ന് ഈ ദാസരോട് പറയുക. ഞങ്ങൾ വ്യാഖ്യാനിക്കാം. രാജാവ് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ സമയം ലഭിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്കറിയാം. എന്റെ വാക്കിന് ഇളക്കമില്ലെന്ന് നിങ്ങൾക്കറിയാം. സ്വപ്നമെന്തെന്ന് പറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിധി ഒന്നു മാത്രമാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരുന്നതുവരെ എന്റെ മുൻപിൽ വ്യാജവും ദുഷിച്ച വാക്കുകളും പറയാൻ നിങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. സ്വപ്നം എന്തെന്ന് പറയുക, അപ്പോൾ അത് വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് എനിക്കറിയാം. കൽദായർ രാജാവിനോട് പറഞ്ഞു, രാജഹിതം നിറവേറ്റാൻ കഴിയുന്ന ഒരുവനും ഭൂമുഖത്തില്ല. ശ്രേഷ്ഠനും ശക്തനുമായ ഒരു രാജാവും ഇത്തരമൊരു കാര്യം ഒരു മാന്ത്രികനോടോ ആഭിചാരകനോടോ കൽദായനോടോ ആവശ്യപ്പെട്ടിട്ടില്ല. രാജാവ് ആവശ്യപ്പെടുന്ന കാര്യം ദുഷ്കരമാണ്. അത് വ്യക്തമാക്കി തരാൻ ദേവന്മാർക്കല്ലാതെ ആർക്കും സാധിക്കുകയില്ല. അവരാകട്ടെ മനുഷ്യരുടെ ഇടയിൽ ഇല്ലതാനും. ഇത് കേട്ട് രാജാവ് അത്യന്തം കോപാക്രാന്തനായി ബാബിലോണിലെ ജ്ഞാനികളെയെല്ലാം നശിപ്പിക്കാൻ കൽപ്പിച്ചു. ജ്ഞാനികളെയെല്ലാം വധിക്കണമെന്ന കൽപ്പന പുറപ്പെട്ടു. അതിനാൽ ദാനിയേലിനെയും കൂട്ടുകാരെയും കൊല്ലേണ്ടതിന് അവർ അന്വേഷിച്ചു. ബാബിലോണിലെ ജ്ഞാനികളെയെല്ലാം വധിക്കാൻ പുറപ്പെട്ട രാജസേനാനിയായ അരിയോക്കിനോട് ദാനിയേൽ ബുദ്ധിപൂർവമായും വിവേകത്തോടുകൂടെയും ചോദിച്ചു, എന്തുകൊണ്ടാണ് രാജകൽപ്പന ഇത്ര ക്രൂരമായിരിക്കുന്നത്? അരിയോക്ക് ദാനിയേലിനെ കാര്യം ധരിപ്പിച്ചു. ദാനിയേൽ രാജസന്നിധിയിലെത്തി സ്വപ്നം വ്യാഖ്യാനിക്കാൻ തനിക്ക് സമയം അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പിന്നീട് ദാനിയേൽ വാസസ്ഥലത്ത് ചെന്ന് തന്റെ സ്നേഹിതരായ ഹനനിയായെയും മിഷായേലിനെയും അസറിയായെയും കാര്യമറിയിച്ചു. ബാബിലോണിലെ മറ്റ് ജ്ഞാനികളോടൊപ്പം താനും കൂട്ടുകാരും നശിക്കാതിരിക്കേണ്ടതിന് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ യാചിക്കണമെന്ന് ദാനിയേൽ അവരോട് ആവശ്യപ്പെട്ടു. രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെട്ടു. അപ്പോൾ അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. അവൻ പറഞ്ഞു, ദൈവത്തിൻ്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടുന്നാണല്ലോ. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവൻ അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ്. അഗാധവും അജ്ഞേയവുമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് എനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി. ഞങ്ങൾ അപേക്ഷിച്ചത് അവിടുന്ന് എന്നെ അറിയിച്ചു. രാജാവിൻ്റെ സ്വപ്നം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കാൻ രാജാവ് നിയമിച്ചിരുന്ന അരിയോക്കിനെ സമീപിച്ച് ദാനിയേൽ പറഞ്ഞു, ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കരുത്. എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോവുക. ഞാൻ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാം. അരിയോക്ക് ഉടൻ തന്നെ ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുചെന്ന് പറഞ്ഞു, രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരുവനെ യൂദായിൽ നിന്നുള്ള പ്രവാസികളുടെ ഇടയിൽ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ബെൽതെഷാസർ എന്നു പേരുള്ള ദാനിയേലിനോട് രാജാവ് ചോദിച്ചു, ഞാൻ കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും വെളിപ്പെടുത്താൻ നിനക്ക് കഴിയുമോ? ദാനിയേൽ പറഞ്ഞു, ഒരു ജ്ഞാനിക്കും ആഭിചാരകനും മാന്ത്രികനും ജ്യോത്സ്യനും രാജാവ് ആവശ്യപ്പെട്ട രഹസ്യം വെളിപ്പെടുത്താനാവില്ല. എന്നാൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവിടുന്ന് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നബുക്കദ്നേസർ രാജാവിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ സ്വപ്നവും കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങളും ഇവയാണ്. രാജാവേ,
ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെപ്പറ്റി ചില ചിന്തകൾ കിടക്കയിലായിരിക്കുമ്പോൾ നിനക്കുണ്ടായി. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ വരാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ അറിയിച്ചിരിക്കുന്നു. ഈ രഹസ്യം എനിക്ക് വെളിപ്പെടുത്തിയത് ജീവിച്ചിരിക്കുന്ന മറ്റാരെയും കാൾ കൂടുതലായ ജ്ഞാനം എനിക്കുള്ളതുകൊണ്ടല്ല. പ്രത്യുത രാജാവ് വ്യാഖ്യാനം അറിയേണ്ടതിനും മനസ്സിലുള്ള വിചാരങ്ങൾ ഗ്രഹിക്കേണ്ടതിനുമാണ്. രാജാവേ, നീ വലിയ ഒരു പ്രതിമ കണ്ടു. തിളങ്ങുന്ന ആ വലിയ പ്രതിമ നിന്റെ മുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ആ പ്രതിമയുടെ ശിരസ് തങ്കം കൊണ്ടും മാറിടവും കരങ്ങളും വെള്ളികൊണ്ടും വയറും തുടകളും ഓടുകൊണ്ടും കാലുകൾ ഇരുമ്പുകൊണ്ടുമായിരുന്നു. പാദങ്ങൾ ഇരുമ്പും കളിമണ്ണും ചേർന്നതും. നീ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നുവന്ന് ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്നഭിന്നമാക്കി. ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്ത് മെതിക്കളത്തിലെ പതിരുപോലെയായി. അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി. പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ഇതായിരുന്നു സ്വപ്നം. ഞങ്ങൾ ഇതിൻ്റെ വ്യാഖ്യാനവും നിന്നോട് പറയാം. രാജാവേ, രാജാതിരാജനായ നിനക്ക് സ്വർഗസ്ഥനായ ദൈവം അധികാരവും ശക്തിയും മഹത്വവും നൽകി. എല്ലായിടത്തുമുള്ള മനുഷ്യമക്കളെയും വന്യമൃഗങ്ങളെയും ആകാശപ്പറവകളെയും അടക്കി ഭരിക്കാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചു. സ്വർണം കൊണ്ടുള്ള തല നീ തന്നെ. നിനക്ക് ശേഷം നിന്റേതിനേക്കാൾ പ്രതാപം കുറഞ്ഞ ഒരു സാമ്രാജ്യമുണ്ടാകും. മൂന്നാമതാകട്ടെ ഭൂമി മുഴുവൻ അടക്കി ഭരിക്കുന്ന ഓടുകൊണ്ടുള്ള സാമ്രാജ്യവും. നാലാമത് ഇരുമ്പുപോലെ ശക്തിയുള്ള രാജ്യമാണ്. ഇരുമ്പ് എല്ലാ വസ്തുക്കളെയും തകർത്ത് തരിപ്പണമാക്കുന്നു. ഞെരിച്ചു തകർക്കുന്ന ഇരുമ്പ് പോലെ അത് എല്ലാറ്റിനെയും തകർത്ത് ഞെരിക്കും. നീ കണ്ട പാദങ്ങളും വിരലുകളും ഭാഗികമായി കുശവന്റെ കളിമണ്ണും ഭാഗികമായി ഇരുമ്പും കൊണ്ടായിരുന്നതുപോലെ അതൊരു വിഭക്ത രാജ്യമായിരിക്കും. എന്നാൽ ഉടഞ്ഞുപോകുന്ന കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടിരുന്നതായി നീ ദർശിച്ചതുപോലെ ഇരുമ്പിന്റെ ഉറപ്പ് അതിനും ഭാഗികമായി ഉണ്ടായിരിക്കും. വിരലുകൾ ഭാഗികമായി ഇരുമ്പും കളിമണ്ണും ആയിരുന്നതുപോലെ രാജ്യവും ഭാഗികമായി ശക്തവും ഭാഗികമായി ദുർബലവുമായിരിക്കും. ഉറപ്പില്ലാത്ത കളിമണ്ണിനോട് ഇരുമ്പ് ചേർക്കപ്പെട്ടതായി നീ കണ്ടതുപോലെ അവർ വിവാഹത്തിൽ പരസ്പരം ഇടകലരും. പക്ഷേ ഇരുമ്പ് കളിമണ്ണുമായി കലരാത്തതുപോലെ അവരും തമ്മിൽ ചേരുകയില്ല. ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാധികാരം മറ്റൊരു ജനതയ്ക്കും വിട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ എല്ലാം തകർത്ത് ഇല്ലാതാക്കി അത് എന്നേക്കും നിലനിൽക്കും. മലമുകളിൽ നിന്ന് ആരും തൊടാതെ കല്ല് അടർന്നു വരുന്നതും ഇരുമ്പും ഓടും കളിമണ്ണും വെള്ളിയും സ്വർണവും ഇടിച്ചു പൊടിയാക്കുന്നതും നീ ദർശിച്ചതുപോലെ തന്നെ. ഉന്നതനായ ദൈവമാണ് ഭാവി കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വപ്നം തീർച്ചയായും ഇതുതന്നെ. വ്യാഖ്യാനത്തിനും മാറ്റമില്ല. അപ്പോൾ നബുക്കദ്നേസർ രാജാവ് സാഷ്ടാംഗം വീണ് ദാനിയേലിനെ വന്ദിച്ചു. കാഴ്ചയും ധൂപവും അവനുവേണ്ടി അർപ്പിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ്. എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു. രാജാവ് ഉന്നത ബഹുമതികളും വിലപ്പെട്ട സമ്മാനങ്ങളും ദാനിയേലിന് കൊടുത്തു. അവനെ ബാബിലോൺ പ്രവിശ്യയുടെ ഭരണകർത്താവും ബാബിലോണിലെ എല്ലാ ജ്ഞാനികളുടെയും തലവനുമായി നിയമിക്കുകയും ചെയ്തു. ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നഗോ എന്നിവരെ ദാനിയേലിന്റെ അപേക്ഷയനുസരിച്ച് അവൻ ബാബിലോൺ പ്രവിശ്യയുടെ ചുമതല ഏൽപ്പിച്ചു. ദാനിയേൽ രാജകൊട്ടാരത്തിൽ വസിച്ചു.
അധ്യായം 3. നബുക്കദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ്ണ വിഗ്രഹമുണ്ടാക്കി. ബാബിലോൺ ദേശത്തെ ദൂരാ താഴ്വരയിൽ അവനത് സ്ഥാപിച്ചു. താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ദേശാധിപതികളെയും സ്ഥാനപതികളെയും നാടുവാഴികളെയും ഉപദേശകരെയും ഭണ്ഡാരം വിചാരിപ്പുകാരെയും ന്യായാധിപന്മാരെയും നിയമജ്ഞരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടാൻ നബുക്കദ്നേസർ ആളയച്ചു. എല്ലാവരും രാജാവ് നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് വന്നു ചേർന്നു. അവർ പ്രതിമയ്ക്ക് ചുറ്റും നിന്നു. അപ്പോൾ വിളംബരം ചെയ്യുന്നവർ വിളിച്ചു പറഞ്ഞു: ജനതകളെ, ജനപദങ്ങളെ, വിവിധ ഭാഷക്കാരെ, നിങ്ങളോട് കൽപ്പിക്കുന്നു, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നബുക്കദ്നേസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണബിംബത്തെ ആരാധിക്കണം. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചൂളയിൽ എറിയും. അതുകൊണ്ട് കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ കേട്ട മാത്രയിൽ ആ ജനതകളും രാജ്യക്കാരും വിവിധ ഭാഷക്കാരും നബുക്കദ്നേസർ സ്ഥാപിച്ച സ്വർണബിംബത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ചില കൽദായർ മുൻപോട്ട് വന്ന് ദുരുദ്ദേശത്തോടെ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി. അവർ നബുക്കദ്നേസർ രാജാവിനോട് പറഞ്ഞു: രാജാവ് നീണാൽ വാഴട്ടെ. രാജാവേ, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണപ്രതിമയെ താണു വീണ് ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചിരുന്നല്ലോ. സാഷ്ടാംഗം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുമെന്നും നീ കൽപ്പിച്ചിരുന്നു. രാജാവേ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നീയെ നിയമിച്ചിരുന്ന ഷദ്രാക്, മെഷാക്, അബേദ്നേഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല. അവൻ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണവിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഉഗ്രകോപം പൂണ്ട നബുക്കദ്നേസർ ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നബുക്കദ്നേസർ ചോദിച്ചു: ഹേ ഷദ്രാക്, മെഷാക്, അബേദ്നെഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണുവീണ് ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നന്ന്. അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞുകളയും. ഏത് ദേവൻ എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ഷദ്രാക്കും മേഷാക്കും അബേദ്നഗോയും രാജാവിനോട് പറഞ്ഞു: അല്ലയോ നബുക്കദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ഷദ്രാക്കിനും മെഷാക്കിനും അബേദ്നഗോയ്ക്കും നേരെ കോപം കൊണ്ടു നിറഞ്ഞ നബുക്കദ്നേസറിന്റെ മുഖഭാവം മാറി. ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പടയാളികൾ അവരെ അങ്കി, തൊപ്പി, മറ്റു വസ്ത്രങ്ങൾ എന്നിവയോട് കൂടെ ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നതുകൊണ്ട് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നഗോയെയും ചൂളയിലേക്ക് കൊണ്ടുചെന്നവരെ തീജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു. ഷദ്രാക്ക്, മെഷാക്ക്, അബേദ്നഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്. അവിടുന്ന് സ്തുത്യർഹനാണ്. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ്.
അങ്ങയുടെ പ്രവർത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ്. അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധ നഗരമായ ജെറുസലമിന്റെ മേലും അങ്ങനെ തന്നെ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത്. ഞങ്ങൾ നിയമം ലംഘിച്ച് പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്ന് അകന്നുപോയി. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു. അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല. ഞങ്ങൾ അവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത്. ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം, ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെയായിരുന്നു. നിയമലംഘകരായ ശത്രുക്കളുടെയും ഏറ്റവും നിന്ദ്യരായ ധിക്കാരികളുടെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിൻ്റെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു. ഇപ്പോഴാകട്ടെ വായ് തുറക്കുന്നതിന് പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ലജ്ജയും അവമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു. അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്തും പരിത്യജിക്കരുത്. അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുത്. അങ്ങയുടെ സ്നേഹഭാജനമായ അബ്രാഹത്തെയും അങ്ങയുടെ ദാസനായ ഇസഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്ന് പിൻവലിച്ച് കളയരുതേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും അവരുടെ സന്തതികളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, ഞങ്ങൾ മറ്റേതൊരു ജനതയെയും കാൾ എണ്ണത്തിൽ കുറവായി. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ഇപ്പോഴിതാ ലോകത്തിൽ ഏറ്റവും നിന്ദ്യരായിരിക്കുന്നു. ഇക്കാലത്ത് രാജാവോ പ്രവാചകനോ നായകനോ ദഹനബലിയോ മറ്റു ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കില്ല. അങ്ങേക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങയുടെ കാരുണ്യം തേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല. പക്ഷേ മുട്ടാടുകളും കാളകളും 10,000-കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാലെന്ന പോലെ പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ്. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ അനുഗമിക്കും. എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല. ഇപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു. ഞങ്ങൾ ലജ്ജിക്കാനിടയാക്കരുതേ. അങ്ങയുടെ അനന്തകാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണമേ. അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ. കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ. അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാകട്ടെ. അവർ അവമാനിതരും അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടവരുമാകട്ടെ. അവരുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ. അഖില ലോകത്തിനും മേൽ മഹത്വപൂർണനും ഏകദൈവവുമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ. അവരെ തീച്ചൂളയിലെറിഞ്ഞ് രാജസേവകന്മാർ ഗന്ധകവും കീലും ചണച്ചവറും വിറകുമിട്ട് തീച്ചൂളയെ ഉജ്ജ്വലിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ല. തീജ്വാല ചൂളയിൽ നിന്ന് 49 മുഴം ആളി ഉയർന്നു. ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽദായരെ അത് ദഹിപ്പിച്ചു കളഞ്ഞു. അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിൻ്റെ ദൂതൻ ചൂളയിലേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി. ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റുവീശുന്ന സ്ഥലം പോലെയായി. അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല. അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അങ്ങു വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങു എന്നുമെന്നും സ്തുത്യർഹനും അത്യുന്നതനുമാണ്. അങ്ങയുടെ മഹത്വപൂർണമായ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. അതു എക്കാലവും എല്ലാറ്റിനും ഉപരി മഹത്വപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ചെയ്യട്ടെ. പരിശുദ്ധിയും മഹത്വവും നിറഞ്ഞു തുളുമ്പുന്ന അങ്ങയുടെ ആലയത്തിൽ
അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങു എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം മഹത്വപ്പെടുകയും ചെയ്യട്ടെ. കെരൂബുകളുടെ മേൽ ഇരുന്ന് അഗാധങ്ങളെ വീക്ഷിക്കുന്ന അങ്ങു വാഴ്ത്തപ്പെടട്ടെ. അങ്ങു എന്നേക്കും സ്തുതിക്കപ്പെടുകയും അത്യധികം വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ. രാജകീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന അങ്ങു വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങു എന്നെന്നും പുകഴ്ത്തപ്പെടുകയും അത്യധികം ഉന്നതനായിരിക്കുകയും ചെയ്യട്ടെ. ആകാശവിതാനത്തിൽ അങ്ങു വാഴ്ത്തപ്പെട്ടവനാണ്. അനന്തമായ സ്തുതിക്കും മഹിമയ്ക്കും അർഹനാണ്. 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 കർത്താവിന്റെ സൃഷ്ടികളെ അവിടുത്തെ വാഴ്ത്തുവിൻ. അവിടുത്തേക്കു സ്തുതി പാടുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ പുകഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിന്റെ ദൂതന്മാരെ അവിടുത്തെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശത്തിനു മുകളിലുള്ള ജലസഞ്ചയമേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആധിപത്യങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മഴയെ മഞ്ഞെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. അഗ്നിയെ ചൂടെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹേമന്തത്തിലെ ശൈത്യമേ ഗ്രീഷ്മത്തിലെ ഉഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹിമകണങ്ങളെ മഞ്ഞുകട്ടകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. രാവുകളെ പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. പ്രകാശമേ അന്ധകാരമേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മഞ്ഞുകട്ടയെ ശൈത്യമേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മൂടൽ മഞ്ഞേ പൊടിമഞ്ഞേ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മിന്നലുകളെ മേഘങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ അത്. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മലകളെ കുന്നുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഭൂമിയിൽ വളരുന്ന സമസ്ത വസ്തുക്കളും കർത്താവിനെ വാഴ്ത്തട്ടെ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഉറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. സമുദ്രങ്ങളെ നദികളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. തിമിംഗലങ്ങളെ ജലജീവികളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആകാശപ്പറവകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. വന്യമൃഗങ്ങളെ വളർത്തുമൃഗങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ.
എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. മനുഷ്യ മക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഇസ്രായേലെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിന്റെ പുരോഹിതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. കർത്താവിന്റെ ദാസരെ അവിടുത്തെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ആത്മാക്കളെ നീതിമാന്മാരുടെ ചേതസ്സുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. വിശുദ്ധരെ വിനീത ഹൃദയരെ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. ഹനനിയ അസറിയ മിഷായേൽ കർത്താവിനെ വാഴ്ത്തുവിൻ. എന്നേക്കും അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ. എന്തെന്നാൽ അവിടുന്നു നമ്മെ പാതാളത്തിൽ നിന്നും മരണത്തിൻ്റെ പിടിയിൽ നിന്നും ജ്വലിക്കുന്ന തീച്ചൂളയിൽ നിന്നും അഗ്നിയുടെ മധ്യത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. കർത്താവിനു നന്ദി പറയുവിൻ. അവിടുന്നു നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ദേവന്മാരുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നവരെ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ വാഴ്ത്തുവിൻ. അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തേക്കു നന്ദി പറയുവിൻ. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നബുക്കദ്നേസർ പരിഭ്രമിച്ച് പിടഞ്ഞെഴുന്നേറ്റു. തന്റെ ഉപദേശകന്മാരോട് അവൻ ചോദിച്ചു, 3 പേരെയല്ലേ നാം ബന്ധിച്ച് തീയിലെറിഞ്ഞത്? അതെ രാജാവേ. അവർ പറഞ്ഞു. രാജാവ് പറഞ്ഞു, എന്നാൽ അഗ്നിയുടെ നടുവിൽ ബന്ധനം കൂടാതെ 4 പേർ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു ഉപദ്രവം ഏറ്റിട്ടില്ല. 4-മത്തവൻ കാഴ്ചയിൽ ദേവകുമാരനെ പോലിരിക്കുന്നു. ജ്വലിക്കുന്ന തീച്ചൂളയുടെ വാതിൽക്കലെത്തി നബുക്കദ്നേസർ പറഞ്ഞു, ഷദ്രാഖ്, മെഷാഖ്, അബേദ്നെഗോ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവിൻ. അവർ അഗ്നിയിൽ നിന്ന് പുറത്തു വന്നു. പ്രധാന ദേശാധിപന്മാരും സ്ഥാനപതികളും നാടുവാഴികളും രാജാവിന്റെ ഉപദേശകരും വന്നുകൂടുകയും ആ 3 മേൽ അഗ്നിക്ക് ഒരു ശക്തിയും ഉണ്ടായിരുന്നില്ലെന്ന് കാണുകയും ചെയ്തു. അവരുടെ തലമുടി കരിയുകയോ വസ്ത്രത്തിന് കേടുപറ്റുകയോ അവർക്ക് തീയുടെ ഗന്ധമേൽക്കുകയോ ചെയ്തില്ല. നബുക്കദ്നേസർ പറഞ്ഞു, ഷദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവം വാഴ്ത്തപ്പെടട്ടെ. സ്വന്തം ദൈവത്തെയല്ലാതെ മറ്റൊരു ദേവനെയും ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ സ്വശരീരങ്ങളെ പീഡനത്തിന് വിട്ടുകൊടുക്കുന്നതിനും രാജകൽപ്പനയെപ്പോലും അവഗണിക്കുന്നതിനും തക്കവിധം തന്നിൽ ആശ്രയിച്ച തന്റെ ദാസന്മാരെ അവിടുന്ന് സ്വന്തം ദൂതനെ അയച്ച് മോചിപ്പിച്ചുവല്ലോ. അതുകൊണ്ട് ഞാനിതാ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നു. ഷദ്രാക്കിന്റെയും മെഷാക്കിന്റെയും അബേദ്നെഗോയുടെയും ദൈവത്തിനെതിരെ എന്തെങ്കിലും പറയുന്ന ജനതകളെയും ജനപദങ്ങളെയും ഭാഷക്കാരെയും കഷ്ണം കഷ്ണമായി ചീന്തിക്കളയും. അവരുടെ ഭവനങ്ങൾ നിലം പരിശാക്കും. എന്തെന്നാൽ ഈ വിധത്തിൽ രക്ഷിക്കാൻ കഴിവുള്ള വേറൊരു ദേവനില്ല. രാജാവ് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബേദ്നെഗോയെയും ബാബിലോൺ പ്രവിശ്യയിൽ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചു. അധ്യായം 4. നബുക്കദ്നേസർ രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതുന്നത്, നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമായി ഉണ്ടാകട്ടെ.
അത്യുന്നതനായ ദൈവം എനിക്കറിയിച്ചു തന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടുത്തെ അടയാളങ്ങൾ എത്ര മഹത്വമുള്ളത്, അവിടുത്തെ അത്ഭുതങ്ങൾ എത്ര ശക്തിയുള്ളവ. അവിടുത്തെ രാജ്യമോ എന്നേക്കും നിലനിൽക്കുന്നത്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നത്. നബൂഖദ്നേസറായ ഞാൻ എന്റെ കൊട്ടാരത്തിൽ സ്വൈര്യമായി ഐശ്വര്യത്തോടെ വസിക്കുകയായിരുന്നു. എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടതിന് ബാബിലോണിലെ സകല ജ്ഞാനികളെയും എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ കൽപ്പിച്ചു. മന്ത്രവാദികളും ആഭിചാരകന്മാരും കൽദായരും ജ്യോത്സ്യന്മാരും വന്നു. ഞാൻ സ്വപ്നം എന്തെന്ന് പറഞ്ഞെങ്കിലും അവർക്കാർക്കും അത് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം എന്റെ ദേവന്റെ നാമധേയമനുസരിച്ച് ബെൽത്തഷാസർ എന്ന് വിളിക്കപ്പെടുന്നവനും വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനുമായ ദാനിയേൽ എന്റെ മുമ്പിൽ വന്നു. അവനോട് ഞാൻ സ്വപ്നത്തെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: മന്ത്രവാദികളിൽ പ്രമുഖനായ ബെൽത്തഷാസർ, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും ഒരു രഹസ്യവും നിനക്ക് അജ്ഞേയമല്ലെന്നും എനിക്കറിയാം. ഇതാ ഞാൻ കണ്ട സ്വപ്നം, അതിന്റെ വ്യാഖ്യാനം പറയുക. എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ്. ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ള ഒരു വൃക്ഷം ഞാൻ കണ്ടു. ആ വൃക്ഷം വളർന്നു വലുതായി. അതിന്റെ അഗ്രം ആകാശം വരെ എത്തി. ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു. ഭംഗിയുള്ള ഇലകളോടുകൂടിയ അത് ഫലസമൃദ്ധമായിരുന്നു. എല്ലാവർക്കും ആവശ്യകമായ ഭക്ഷണം അതിൽ നിന്ന് ലഭിച്ചു. വന്യമൃഗങ്ങൾ അതിന്റെ തണലിൽ അഭയം തേടി. ആകാശപ്പറവകൾ അതിന്റെ കൊമ്പുകളിൽ വസിച്ചു. എല്ലാ ജീവികൾക്കും അതിൽ നിന്ന് ഭക്ഷണം കിട്ടി. കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ ദർശനത്തിൽ ഇതാ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. അവൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: ഈ വൃക്ഷം വെട്ടിമുറിച്ച്, കൊമ്പുകൾ ഛേദിച്ച്, ഇലകൾ തല്ലിക്കൊഴിച്ച്, കായ്കൾ ചിതറിച്ച് കളയുവിൻ. വന്യമൃഗങ്ങൾ അതിന്റെ ചുവട്ടിൽ നിന്നും പക്ഷികൾ അതിന്റെ ശാഖകളിൽ നിന്നും ഓടിയൊളിക്കട്ടെ. അതിന്റെ കുറ്റി ഇരുമ്പും ഓടും കൊണ്ട് ബന്ധിച്ച് വയലിലെ ഇളം പുല്ലുകളോടൊപ്പം ഉപേക്ഷിക്കുക. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെ. വന്യമൃഗങ്ങളോടുകൂടെ ഭൂമിയിലെ പുല്ലിൽ കഴിയാനായിരിക്കട്ടെ അവന്റെ വിധി. അവന് മനുഷ്യന്റെ മനസ്സ് നഷ്ടപ്പെട്ട് മൃഗത്തിന്റെ മനസ്സ് ലഭിക്കട്ടെ. 7 സംവത്സരം അവൻ അങ്ങനെ കഴിയട്ടെ. ഈ വിധി ദൂതന്മാരുടെ, പരിശുദ്ധന്മാരുടെ കൽപ്പനയനുസരിച്ചാണ്. അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നതെന്നും താൻ തീരുമാനിക്കുന്നവർക്ക് അവിടുന്നത് നൽകുമെന്നും മനുഷ്യരിൽ ഏറ്റവും എളിയവരെ അതിന്മേൽ വാഴിക്കുമെന്നും മനുഷ്യരെല്ലാവരും ഗ്രഹിക്കേണ്ടതിനാണിത്. ഈ സ്വപ്നമാണ് നബൂഖദ്നേസർ രാജാവായ ഞാൻ കണ്ടത്. ആകയാൽ അല്ലയോ ബെൽത്തഷാസർ, വ്യാഖ്യാനം എന്തെന്ന് പറയുക. എന്റെ രാജ്യത്തെ ജ്ഞാനികളിലാർക്കും ഇത് വ്യാഖ്യാനിക്കാൻ സാധിച്ചില്ല. എന്നാൽ പരിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളതുകൊണ്ട് നിനക്ക് സാധിക്കും. ബെൽത്തേഷാസർ എന്നു പേരുള്ള ദാനിയേൽ ഒരു നിമിഷത്തേക്ക് അസ്വസ്ഥനായി. ചിന്തകൾ അവനെ പരിഭ്രാന്തനാക്കി. രാജാവ് പറഞ്ഞു: ബെൽത്തഷാസർ, സ്വപ്നമോ അതിന്റെ അർത്ഥമോ നിന്നെ ആകുലനാക്കാതിരിക്കട്ടെ. ബെൽത്തേഷാസർ പറഞ്ഞു: പ്രഭു, സ്വപ്നം നിന്നെ വെറുക്കുന്നവരെയും വ്യാഖ്യാനം നിന്റെ വൈരികളെയും ഉദ്ദേശിച്ചായിരിക്കട്ടെ. ആകാശം മുട്ടെ വളർന്ന് ശക്തിപ്പെട്ടതും ഭൂമിയിൽ എവിടെയും നിന്ന് കാണാവുന്നതും മനോഹരമായ ഇലകളും നിറയെ ഫലങ്ങളും ഉള്ളതും, അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്നതും, ചുവട്ടിൽ വന്യമൃഗങ്ങൾ അഭയം കണ്ടെത്തിയിരുന്നതും, കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾ പാർത്തിരുന്നതുമായി നീ കണ്ട വൃക്ഷം വളർന്നു ബലിഷ്ഠനായ നീ തന്നെയാണ്. നിന്റെ മഹത്വം വർദ്ധിച്ച് ആകാശം വരെയും നിന്റെ ആധിപത്യം ഭൂമിയുടെ അതിരുകൾ വരെയും എത്തിയിരിക്കുന്നു. ആ വൃക്ഷം വെട്ടിമുറിച്ച് നശിപ്പിക്കുവിൻ. എന്നാൽ അതിൻ്റെ കുറ്റി വേരുകളോടൊപ്പം ഇരുമ്പും മോടും കൊണ്ട് ബന്ധിതമായി വയലിലെ ഇളം പുല്ലുകളുടെ ഇടയിൽ ഉപേക്ഷിക്കുക. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവൻ നനയട്ടെ. 7 സംവത്സരം കഴിയും വരെ അവന്റെ ഭാഗധേയം വന്യമൃഗങ്ങളോടൊപ്പമായിരിക്കട്ടെ എന്നിങ്ങനെ ഒരു ദൂതൻ, ഒരു പരിശുദ്ധൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് വിളിച്ചു പറയുന്നത് രാജാവ് കണ്ടല്ലോ. രാജാവേ, ഇതാണ് അതിൻ്റെ വ്യാഖ്യാനം. അത്യുന്നതനായ ദൈവത്തിൽ നിന്ന്
എൻ്റെ നാഥനായ രാജാവിൻ്റെ മേൽ വന്ന വിധിവാചകമാണിത്. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും. നിന്റെ വാസം വന്യമൃഗങ്ങളോടുകൂടിയായിരിക്കും. കാളയെപ്പോലെ പുല്ലു തിന്നുന്നതിന് നീ നിർബന്ധിതനാകും. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നീ നനയും. അങ്ങനെ 7 സംവത്സരം കടന്നുപോകും. അപ്പോൾ അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും താൻ ഇച്ഛിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും നീ അറിയും. സ്വർഗത്തിൻ്റെ പരമാധികാരം നീ അംഗീകരിക്കുമ്പോൾ വൃക്ഷത്തിൻ്റെ കുറ്റിവേര് ഉപേക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടതനുസരിച്ച് നിന്റെ രാജ്യം നിനക്ക് തിരിച്ചു കിട്ടും. അതിനാൽ രാജാവേ, എൻ്റെ ഉപദേശം സ്വീകരിക്കുക. ധർമ്മനിഷ്ഠ പാലിച്ചുകൊണ്ട്, പാപങ്ങളിൽ നിന്നും മർദ്ദിതരോട് കാരുണ്യം കാണിച്ചുകൊണ്ട്, അകൃത്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഒരുപക്ഷേ നിന്റെ സ്വസ്ഥതയുടെ കാലം നീട്ടിക്കിട്ടിയേക്കും. ഇതെല്ലാം നബുക്കദ്നേസർ രാജാവിന് സംഭവിച്ചു. 12 മാസം കഴിഞ്ഞ് ബാബിലോണിലെ രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുമ്പോൾ രാജാവ് പറഞ്ഞു, എന്റെ രാജകീയ മഹത്വത്തിനു വേണ്ടി രാജമന്ദിരമായി എന്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ഈ ബാബിലോൺ. ഈ വാക്കുകൾ രാജാവിന്റെ വായിൽ നിന്ന് വീഴുന്നതിനു മുൻപ് തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു. നബുക്കദ്നേസർ രാജാവേ, നിന്നോടാണ് പറയുന്നത്. രാജ്യം നിന്നിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. നീ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും നിന്റെ വാസം വന്യമൃഗങ്ങളോട് തായിരിക്കുകയും ചെയ്യും. കാളയെപ്പോലെ നീ പുല്ലു തിന്നും. മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നത് അത്യുന്നതനാണെന്നും താൻ ഇച്ഛിക്കുന്നവന് അവിടുന്നത് നൽകുമെന്നും നീ അറിയുന്നതുവരെ 7 സംവത്സരം കടന്നുപോകും. അപ്പോൾ തന്നെ ആ വാക്കുകൾ നബുക്കദ്നേസറിൽ നിവൃത്തിയായി. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടുകയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും രോമം കഴുകന്റെ തൂവലുകൾ പോലെയും വളരുന്നതുവരെ കാളയെപ്പോലെ പുല്ലു തിന്നുകയും ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ നാളുകൾ കഴിഞ്ഞപ്പോൾ നബുക്കദ്നേസറായ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. എന്റെ ബുദ്ധി തിരിച്ചു കിട്ടി. ഞാൻ അത്യുന്നതനെ വാഴ്ത്തുകയും നിത്യം ജീവിക്കുന്ന അവിടുത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. അവിടുത്തെ ആധിപത്യം അനന്തമാണ്. അവിടുത്തെ രാജ്യം തലമുറ തലമുറയായി നിലനിൽക്കുന്നു. സകല ഭൂവാസികളും അവിടുത്തെ മുമ്പിൽ ഒന്നുമല്ല. സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും തന്റെ ഇച്ഛയ്ക്കൊത്ത് അവിടുന്ന് പ്രവർത്തിക്കുന്നു. ആർക്കും അവിടുത്തെ കരം തടയാനോ എന്താണ് ഈ ചെയ്തതെന്ന് അവിടത്തോട് ചോദിക്കാനോ സാധിക്കയില്ല. ആ നിമിഷത്തിൽ തന്നെ എനിക്ക് ബുദ്ധി തിരിച്ചു കിട്ടി. എന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി എന്റെ രാജ്യത്വവും പ്രതാപവും എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ഉപദേശകന്മാരും പ്രഭുക്കന്മാരും എന്നെ തേടി വന്നു. എന്റെ രാജ്യത്തിൽ ഞാൻ വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ടു. പൂർവാധികം മഹത്വം എനിക്ക് ലഭിച്ചു. നബുക്കദ്നേസറായ ഞാൻ ഇപ്പോൾ സ്വർഗത്തിന്റെ രാജാവിനെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ പ്രവൃത്തികൾ ശരിയായിട്ടുള്ളതും മാർഗങ്ങൾ നീതിപൂർണവുമാണ്. അഹങ്കാരികളെ താഴ്ത്താൻ അവിടത്തേക്ക് കഴിയും. അധ്യായം 5. ബെൽഷാസർ രാജാവ് തന്റെ പ്രഭുക്കന്മാരിൽ 1000 പേർക്ക് ഒരു വിരുന്ന് നൽകുകയും അവരോടൊപ്പം വീഞ്ഞു കുടിക്കുകയും ചെയ്തു. വീഞ്ഞു കുടിച്ചു മതിച്ചപ്പോൾ രാജാവായ താനും തന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തന്റെ പിതാവായ നബുക്കദ്നേസർ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള പാത്രങ്ങൾ കൊണ്ടുവന്നു. രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചതിനു ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പെട്ടെന്ന് ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദീപപീഠത്തിനു നേരെ രാജകൊട്ടാരത്തിന്റെ മിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതി. എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. രാജാവ് വിവർണനായി. അവൻ ചിന്താധീനനായി കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയടിക്കുകയും ചെയ്തു. ആഭിചാരകരെയും കൽദായരെയും ജ്യോത്സ്യന്മാരെയും വരുത്താൻ അവൻ വിളിച്ചു പറഞ്ഞു. രാജാവ് ബാബിലോണിലെ ജ്ഞാനികളോട് പറഞ്ഞു, ഈ എഴുത്ത് വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവനെ
ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാല ചാർത്തി രാജ്യത്തിന്റെ 3-ാം ഭരണാധികാരിയാക്കുന്നതാണ്. രാജാവിന്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിലും അവർക്കാർക്കും എഴുത്തു വായിക്കാനോ വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ ബൽഷാസർ രാജാവ് അത്യന്തം അസ്വസ്ഥനായി. അവൻ വിവർണനായി. അവന്റെ പ്രഭുക്കന്മാരും പരിഭ്രാന്തരായി. രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട് രാജ്ഞി വിരുന്നുശാലയിലെത്തി. അവൾ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. നിന്റെ വിചാരങ്ങൾ നിന്നെ അസ്വസ്ഥനാക്കുകയോ നിന്നെ വിവർണനാക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നിന്റെ രാജ്യത്ത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട്. നിന്റെ പിതാവിൻ്റെ കാലത്ത് ദേവന്മാരുടേതുപോലുള്ള തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടിരുന്നു. അസാധാരണമായ ബുദ്ധിയും വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഗൂഢാർത്ഥവാക്യങ്ങൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട അറിവും താൻ ബെൽത്തശാസർ എന്ന് വിളിച്ചിരുന്ന ദാനിയേൽ എന്നവനിൽ ഉണ്ടെന്ന് കണ്ട് അങ്ങയുടെ പിതാവായ നബൂഖദ്നേസർ രാജാവ് അവനെ മന്ത്രവാദികളുടെയും ആഭിചാരകരുടെയും കൽദായരുടെയും ജ്യോത്സ്യരുടെയും തലവനാക്കിയിരുന്നു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കുക, അവൻ വ്യാഖ്യാനം അറിയിക്കും. ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, രാജാവായ എന്റെ പിതാവ് യൂദായിൽ നിന്ന് കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നീ തന്നെയാണല്ലോ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എഴുത്തു വായിച്ച് അതിൻ്റെ അർത്ഥം പറയുന്നതിനു വേണ്ടി ജ്ഞാനികളെയും ആഭിചാരകന്മാരെയും എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്കാർക്കും അത് വിശദീകരിക്കാൻ സാധിച്ചില്ല. വ്യാഖ്യാനങ്ങൾ നൽകാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ എഴുത്തു വായിച്ച് അതെനിക്ക് വ്യാഖ്യാനിച്ചു തരാൻ നിനക്ക് കഴിഞ്ഞാൽ ധൂമ്രവസ്ത്ര വിഭൂഷിതനായി കഴുത്തിൽ പൊന്മാല ചാർത്തി നീ രാജ്യത്തിന്റെ 3-ാം ഭരണാധികാരിയാകും. ദാനിയേൽ രാജസന്നിധിയിൽ ഉണർത്തിച്ചു. നിന്റെ സമ്മാനങ്ങൾ നിന്റെ കയ്യിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ. മറ്റാർക്കെങ്കിലും കൊടുത്തേക്കൂ. ലിഖിതം വായിച്ച് അർത്ഥം ഞാൻ പറഞ്ഞു തരാം. രാജാവേ, അത്യുന്നതനായ ദൈവം നിന്റെ പിതാവായ നബൂഖദ്നേസറിന് രാജത്വവും മഹത്വവും പ്രതാപവും ആധിപത്യവും നൽകി. അവിടുന്ന് അവന് കൊടുത്ത മഹത്വം നിമിത്തം എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു. അവൻ ഇഷ്ടാനുസരണം കൊല്ലുകയോ ജീവിക്കാൻ അനുവദിക്കുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്തു പോന്നു. എന്നാൽ അവൻ അഹങ്കരിക്കുകയും ഹൃദയം കഠിനമാക്കുകയും ഗർവോടെ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ രാജസിംഹാസനത്തിൽ നിന്ന് അവൻ ബഹിഷ്കൃതനായി. അവന് മഹത്വം നഷ്ടപ്പെട്ടു. അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെട്ടു. അവന്റെ മനസ്സ് മൃഗതുല്യമായി. അവന്റെ വാസം കാട്ടുകഴുതകളോടൊത്തായി. അവൻ കാളയെപ്പോലെ പുല്ലു തിന്നു. ആകാശത്തിലെ മഞ്ഞുകൊണ്ട് അവന്റെ ദേഹം നനഞ്ഞു. അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യം ഭരിക്കുന്നതെന്നും അവിടുന്ന് ഇച്ഛിക്കുന്നവരെയാണ് അധികാരം ഏൽപ്പിക്കുന്നതെന്നും മനസ്സിലാക്കുന്നതുവരെ അവൻ ഇങ്ങനെ കഴിഞ്ഞു. എന്നാൽ അവന്റെ പുത്രനായ നീ ഇതെല്ലാം അറിഞ്ഞിട്ടും നിന്റെ ഹൃദയം വിനീതമാക്കിയില്ല. സ്വർഗത്തിന്റെ കർത്താവിനെ നീ വെല്ലുവിളിച്ചു. അവിടുത്തെ ആലയത്തിലെ പാത്രങ്ങൾ കൊണ്ടുവന്ന് നീയും നിന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ വീഞ്ഞു കുടിച്ചു. വെള്ളി, സ്വർണം, ഓട്, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള കാണാനോ കേൾക്കാനോ അറിയാനോ കഴിവില്ലാത്ത ദേവന്മാരെ നീ സ്തുതിച്ചു. എന്നാൽ നിന്റെ ജീവനെയും നിന്റെ മാർഗങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവത്തെ നീ ആദരിച്ചില്ല. അതുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട ഒരു കരം ഇത് എഴുതിയിരിക്കുന്നു. ആ ലിഖിതം ഇതാണ്: മെനെ മെനെ തെഖേൽ പാർസീൻ. ഇതാണ് അർത്ഥം. മെനെ, ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു. തെഖേൽ, നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. പേരസ്, നിന്റെ രാജ്യം വിഭജിച്ച് മേദിയാക്കാർക്കും പേർഷ്യക്കാർക്കും നൽകിയിരിക്കുന്നു. ബൽഷാസർ കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ ധൂമ്രവസ്ത്രം അണിയിക്കുകയും
അവന്റെ കഴുത്തിൽ പൊന്മാല ചാർത്തുകയും അവൻ രാജ്യത്തിലെ 3-ാം ഭരണാധികാരിയായിരിക്കുമെന്ന് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. അന്നു രാത്രിയിൽ കൽദായ രാജാവായ ബൽഷാസർ കൊല്ലപ്പെട്ടു. രാജ്യം 62 വയസ്സ് പ്രായമുള്ള മേദ്യക്കാരനായ ദാരിയൂസിന് ലഭിച്ചു. അധ്യായം 6. രാജ്യം ഭരിക്കാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി 120 പ്രധാന ദേശാധിപന്മാരെ നിയമിക്കുന്നത് നല്ലതാണെന്ന് ദാരിയൂസിന് തോന്നി. അവരുടെ മേൽ 3 തലവന്മാരെയും അവൻ നിയമിച്ചു. അവരിൽ ഒരുവൻ ദാനിയേലായിരുന്നു. രാജാവിന് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പ്രധാന ദേശാധിപന്മാർ ഇവരെ കണക്ക് ബോധിപ്പിക്കേണ്ടിയിരുന്നു. അത്ഭുതകരമായ ദൈവീക ചൈതന്യമുണ്ടായിരുന്നതുകൊണ്ട് ദാനിയേൽ മറ്റെല്ലാ തലവന്മാരെയും പ്രധാന ദേശാധിപന്മാരെയും കാൾ ശ്രേഷ്ഠനായി തീർന്നു. തന്റെ രാജ്യം മുഴുവന്റെയും അധികാരിയായി അവനെ നിയമിക്കാൻ രാജാവ് ആലോചിച്ചു. അപ്പോൾ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും ദാനിയേലിന്റെ മേൽ രാജദ്രോഹക്കുറ്റം ആരോപിക്കാൻ പഴുതുനോക്കി. പരാതിക്ക് മതിയായ കാരണമോ കുറ്റമോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എന്തെന്നാൽ അവൻ വിശ്വസ്തനായിരുന്നു. ഒരു കുറ്റവും അവർ അവനിൽ കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഈ ദാനിയേലിൽ അവന്റെ ദൈവത്തിന്റെ നിയമത്തെ സംബന്ധിച്ചല്ലാതെ മറ്റു പരാതിക്ക് കാരണം കണ്ടെത്താൻ നമുക്ക് കഴിയുകയില്ല. ഈ തലവന്മാരും പ്രധാന ദേശാധിപന്മാരും തമ്മിൽ ആലോചിച്ചുറച്ച് രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു, ദാരിയൂസ് രാജാവ് നീണാൾ വാഴട്ടെ. എല്ലാ തലവന്മാരും സ്ഥാനപതികളും പ്രധാന ദേശാധിപന്മാരും ഉപദേശകരും നാടുവാഴികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. രാജാവേ, അടുത്ത 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ മറ്റേതെങ്കിലും ദേവന്മാരോടോ മനുഷ്യരോടോ പ്രാർത്ഥിക്കുന്നവനെ സിംഹങ്ങളുടെ കുഴിയിൽ എറിഞ്ഞുകളയുമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് നിരോധനം ഏർപ്പെടുത്തണം. രാജാവേ, മേദിയാക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് മാറ്റം വരുത്തുകയോ ലംഘിക്കുകയോ ചെയ്യാനാവാത്ത ആ നിരോധനാജ്ഞ മുദ്രവെച്ച് സ്ഥിരീകരിക്കണം. ദാരിയൂസ് നിരോധനാജ്ഞയിൽ മുദ്രവെച്ചു. രേഖയിൽ മുദ്രവെച്ചിരിക്കുന്നെന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങളുണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നതുപോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. മേൽപ്പറഞ്ഞ മനുഷ്യർ തീരുമാനിച്ചിരുന്നതുപോലെ ചെന്ന് ദാനിയേൽ തന്റെ ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്നതും അപേക്ഷിക്കുന്നതും കണ്ടു. അവർ രാജസന്നിധിയിലെത്തി നിരോധനാജ്ഞയെപ്പറ്റി പറഞ്ഞു. രാജാവേ, 30 ദിവസത്തേക്ക് നിന്നോടല്ലാതെ ഏതെങ്കിലും ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ തള്ളും എന്നൊരു നിരോധനാജ്ഞയിൽ നീ ഒപ്പുവച്ചിരുന്നില്ലേ? രാജാവ് പറഞ്ഞു, മേദിയക്കാരുടെയും പേർഷ്യക്കാരുടെയും അലംഘനീയമായ നിയമമനുസരിച്ച് അത് തീർച്ചയായും അങ്ങനെ തന്നെ. അവർ പറഞ്ഞു, രാജാവേ, യൂദായിൽ നിന്നുള്ള പ്രവാസികളിൽ ഒരുവനായ ആ ദാനിയേൽ നിന്നെയാകട്ടെ നീ ഒപ്പുവെച്ച നിരോധനാജ്ഞയാകട്ടെ മാനിക്കാതെ ദിവസവും 3 പ്രാവശ്യം തന്റെ പ്രാർത്ഥന നടത്തുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അത്യധികം വ്യസനിച്ചു. ദാനിയേലിനെ രക്ഷിക്കാൻ മനസ്സിലുറച്ച് അവനെ രക്ഷിക്കുന്നതിനു വേണ്ടി സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവൻ പരിശ്രമിച്ചു. അപ്പോൾ ആലോചിച്ചുറച്ചു വന്നിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു, രാജാവേ, നീ അറിഞ്ഞാലും മേദ്യക്കാരുടെയും പേർഷ്യക്കാരുടെയും നിയമമനുസരിച്ച് രാജാവ് പുറപ്പെടുവിക്കുന്ന കൽപ്പനയും ശാസനയും മാറ്റിക്കൂടാ. രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ദാനിയേലിനെ കൊണ്ടുവന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിഞ്ഞു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ. ദാനിയേലിനെ കുറിച്ചുള്ള വിധിക്ക് മാറ്റം വരാതിരിക്കാൻ കുഴി ഒരു കല്ലുകൊണ്ട് അടയ്ക്കുകയും രാജാവിൻ്റെയും പ്രഭുക്കന്മാരുടെയും മോതിരങ്ങൾ കൊണ്ട് അതിന് മുദ്രവയ്ക്കുകയും ചെയ്തു. രാജാവ് കൊട്ടാരത്തിലേക്ക് പോയി രാത്രി മുഴുവൻ ഉപവാസത്തിൽ കഴിച്ചുകൂട്ടി. വിനോദങ്ങളെല്ലാം അവൻ പരിത്യജിച്ചു. നിദ്ര അവനെ സമീപിച്ചില്ല. രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് സിംഹങ്ങളുടെ കുഴിയിലേക്ക് തിടുക്കത്തിൽ ചെന്നു. ദാനിയേലിനെ ഇട്ടിരുന്ന കുഴിക്കടുത്ത് ചെന്നപ്പോൾ ദുഃഖം നിറഞ്ഞ സ്വരത്തിൽ രാജാവ് വിളിച്ചു ചോദിച്ചു, ദാനിയേൽ, ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസ,
നീ നിരന്തരം സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ശക്തനായിരുന്നോ? ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. തന്റെ മുൻപിൽ ഞാൻ കുറ്റമറ്റവനാണെന്ന് കണ്ടതിനാൽ എന്റെ ദൈവം ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായടച്ചു. അവ എന്നെ ഉപദ്രവിച്ചില്ല. രാജാവേ, നിന്റെ മുമ്പിലും ഞാൻ നിരപരാധനാണല്ലോ. അപ്പോൾ രാജാവ് അത്യധികം സന്തോഷിച്ച് ദാനിയേലിനെ കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കൽപ്പിച്ചു. ദാനിയേലിനെ കുഴിയിൽ നിന്ന് കയറ്റി. തന്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നതുകൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദാനിയേലിനെ കുറ്റം വിധിച്ചവരെയും അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന് സിംഹത്തിന്റെ കുഴിയിലെറിഞ്ഞു. കുഴിയുടെ അടിയിലെത്തും മുൻപേ സിംഹങ്ങൾ അവരെ അടിച്ചു വീഴ്ത്തി അസ്ഥികൾ ഒടിച്ചു നുറുക്കി. ദാരിയൂസ് രാജാവ് ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ജനപദങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി, നിങ്ങൾക്ക് സമാധാനം സമൃദ്ധമാകട്ടെ. എൻ്റെ അധികാരത്തിലുള്ള എല്ലാവരും ദാനിയേലിന്റെ ദൈവത്തിന് മുൻപിൽ ഭയന്ന് വിറയ്ക്കണമെന്ന് ഞാൻ വിളംബരം ചെയ്യുന്നു. എന്തെന്നാൽ അവിടുന്നാണ് നിത്യനും ജീവിക്കുന്നവനുമായ ദൈവം. അവിടുത്തെ രാജ്യം ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല. അവിടുത്തെ ആധിപത്യത്തിന് അവസാനമില്ല. അവിടുന്ന് രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. ദാരിയൂസിന്റെയും പേർഷ്യക്കാരനായ സൈറസിന്റെയും ഭരണകാലത്ത് ദാനിയേൽ ഐശ്വര്യപൂർവ്വം ജീവിച്ചു. അധ്യായം 7. ബാബിലോൺ രാജാവായ ബെൽഷാസറിന്റെ 1-ാം ഭരണവർഷം ദാനിയേലിന് ഉറക്കത്തിൽ ഒരു സ്വപ്നവും ചില ദർശനങ്ങളും ഉണ്ടായി. അവൻ സ്വപ്നം എഴുതിയിടുകയും അതിൻ്റെ സംഗ്രഹം അറിയിക്കുകയും ചെയ്തു. ദാനിയേൽ പറഞ്ഞു, ആകാശത്തിലെ 4 കാറ്റുകളും മഹാസമുദ്രത്തെ ഇളക്കിമറിക്കുന്നത് നിശാദർശനത്തിൽ ഞാൻ കണ്ടു. 4 വലിയ മൃഗങ്ങൾ കടലിൽ നിന്ന് കയറി വന്നു. അവ വിഭിന്നങ്ങളായിരുന്നു. സിംഹത്തെപ്പോലെയായിരുന്നു ആദ്യത്തേത്. അതിന് കഴുകന്റെ ചിറകുകളുണ്ടായിരുന്നു. ഞാനതിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ അതിൻ്റെ ചിറകുകൾ പറിച്ചെടുക്കപ്പെട്ടു. അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ ഇരുകാലിൽ നിർത്തി. മനുഷ്യന്റെ മനസ്സും അതിന് നൽകപ്പെട്ടു. ഇതാ, രണ്ടാമത് കരടിയെപ്പോലെ മറ്റൊരു മൃഗം. അതിൻ്റെ ഒരു വശം ഉയർത്തപ്പെട്ടു. അത് 3 വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. അതിനോട് പറഞ്ഞു, ഇഷ്ടം പോലെ മാംസം തിന്നുകൊള്ളുക. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുകളുള്ള പുള്ളിപ്പുലിയെപ്പോലെ മറ്റൊരു മൃഗം. അതിന് 4 തലകളുണ്ടായിരുന്നു. ആധിപത്യം അതിന് നൽകപ്പെട്ടു. ഇതിനുശേഷം നിശാദർശനത്തിൽ ഇതാ, ഘോരനും ഭയങ്കരനും അതിശക്തനുമായ 4-ാമത്തെ മൃഗം. അതിന് വലിയ ഉരുക്കു പല്ലുകളുണ്ടായിരുന്നു. അത് വിഴുങ്ങുകയും കഷണം കഷണമായി തകർക്കുകയും മിച്ചമുള്ളത് കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. മുൻപേ വന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്ന അതിന് 10 കൊമ്പുകളുണ്ടായിരുന്നു. ഞാൻ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ, മറ്റൊരു ചെറിയ കൊമ്പ് അവയുടെ ഇടയിൽ മുളച്ചു വരുന്നു. അതിൻ്റെ വരവോടെ ആദ്യത്തേതിൽ 3 വേരോടെ പിഴുതുമാറ്റപ്പെട്ടു. ഇതാ, ഈ കൊമ്പിൽ മനുഷ്യൻ്റേതുപോലുള്ള കണ്ണുകളും വൻപ് പറയുന്ന ഒരു വായും. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ സിംഹാസനങ്ങൾ നിരത്തി പുരാതനനായവൻ ഉപവിഷ്ടനായി. അവന്റെ വസ്ത്രം മഞ്ഞുപോലെ ധവളം, തലമുടി നിർമ്മലമായ ആട്ടിൻ രോമം പോലെ. തീജ്വാലകളായിരുന്നു അവന്റെ സിംഹാസനം. അതിൻ്റെ ചക്രങ്ങൾ കത്തിക്കാളുന്ന അഗ്നി. അവന്റെ മുൻപിൽ നിന്ന് അഗ്നിപ്രവാഹം പുറപ്പെട്ടു. 1000 പേർ അവനെ സേവിച്ചു. 10,000 പേർ അവന്റെ മുൻപിൽ നിന്നു. ന്യായാധിപസഭ
ന്യായവിധിക്ക് ഉപവിഷ്ടമായി. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. കൊമ്പിന്റെ വൻപു പറച്ചിൽ കേട്ട് ഞാൻ നോക്കി. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ആ മൃഗം കൊല്ലപ്പെട്ടു. അതിന്റെ ശരീരം നശിപ്പിക്കപ്പെട്ടു. അഗ്നിയിൽ ദഹിപ്പിക്കാൻ അത് വിട്ടുകൊടുക്കപ്പെടുകയും ചെയ്തു. മറ്റു മൃഗങ്ങളുടെ ആധിപത്യം എടുത്തുമാറ്റപ്പെട്ടു. എന്നാൽ അവയുടെ ആയുസ് ഒരു കാലത്തേക്കും ഒരു സമയത്തേക്കും നീണ്ടുനിന്നു. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവന്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജത്വം അനശ്വരമാണ്. ഞാൻ ദാനിയേൽ ഉത്കണ്ഠാകുലനായി. ദർശനങ്ങൾ എന്നെ പരിഭ്രാന്തനാക്കി. ഞാൻ അവിടെ നിന്നിരുന്നവരിൽ ഒരുവനെ സമീപിച്ച് ഇതിൻ്റെ എല്ലാം പൊരുൾ എന്താണെന്ന് ചോദിച്ചു. അതിൻ്റെ വ്യാഖ്യാനം അവൻ എനിക്ക് പറഞ്ഞു തന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്ന 4 രാജാക്കന്മാരാണ് ഈ 4 മഹാമൃഗങ്ങൾ. എന്നാൽ അത്യുന്നതന്റെ പരിശുദ്ധർക്ക് രാജ്യം ലഭിക്കുകയും അവർ ആ രാജ്യം എന്നേക്കുമായി അവകാശമാക്കുകയും ചെയ്തു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനും കൂടുതൽ ഭയങ്കരനും ഉരുക്കുപല്ലും ഓട്ടുനഖവും ഉള്ളവനും വെട്ടിവിഴുങ്ങുകയും കഷണം കഷണമായി തകർക്കുകയും മിച്ചമുള്ളവയെ കാലുകൊണ്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തവനുമായ 4ാമത്തെ മൃഗത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. അതിൻ്റെ തലയിലുണ്ടായിരുന്ന 10 കൊമ്പുകളെയും മറ്റു 3 വീഴ്ത്തിയതും കണ്ണുകളും വൻപു പറയുന്ന വായുമുള്ളതും മറ്റുള്ളവയേക്കാൾ ഭീകരവുമായ കൊമ്പിനെയും സംബന്ധിച്ച സത്യമറിയുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. പുരാതനനായവൻ വന്ന് അത്യുന്നതന്റെ പരിശുദ്ധർക്കു വേണ്ടി ന്യായവിധി നടത്തുന്നതുവരെ, പരിശുദ്ധർ രാജ്യം സ്വീകരിക്കുന്ന സമയം സമാഗതമാകുന്നതുവരെ ഈ കൊമ്പ് അവരുമായി പൊരുതി ജയിക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, 4ാമത്തെ മൃഗം ഭൂമിയിലെ 4ാമത്തെ ഒരു സാമ്രാജ്യമാണ്. മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്ന് അത് വ്യത്യസ്തമായിരിക്കും. അത് ഭൂമി മുഴുവൻ വെട്ടി വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും കഷണം കഷണമായി തകർക്കുകയും ചെയ്യും. ഈ സാമ്രാജ്യത്തിലുള്ള ഉയർന്നുവരുന്ന 10 രാജാക്കന്മാരാണ് 10 കൊമ്പുകൾ. അവർക്കെതിരെ വേറൊരുവൻ അവരുടെ പിന്നാലെ വരും. തന്റെ മുൻഗാമികളിൽ നിന്ന് അവൻ ഭിന്നനായിരിക്കും. അവൻ 3 രാജാക്കന്മാരെ താഴെ ഇറക്കും. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതന്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും ഉത്സവ ദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും വരെ അവർ അവന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. എന്നാൽ ന്യായാധിപസഭ വിധി പ്രസ്താവിക്കാൻ ഉപവിഷ്ടമാകുകയും അവന്റെ ആധിപത്യം എടുത്തു മാറ്റപ്പെടുകയും ചെയ്യും. പൂർണ്ണമായി ദഹിപ്പിച്ച് നശിപ്പിക്കേണ്ടതിന് തന്നെ ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതന്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതമാണ്. എല്ലാ ആധിപത്യങ്ങളും അവരെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇത്രയുമാണ് ദർശനത്തിന്റെ വിശദീകരണം. ഞാൻ ദാനിയേൽ എന്റെ വിചാരങ്ങൾ നിമിത്തം പരിഭ്രാന്തനായി. ഞാൻ വിവരണനായി. എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. അധ്യായം 8. ബെൽഷാസർ രാജാവിന്റെ 3ാം ഭരണവർഷം ദാനിയേലായ എനിക്ക് വീണ്ടും ഒരു ദർശനമുണ്ടായി. ദർശനത്തിൽ ഞാൻ കണ്ടു, ഞാൻ ഏലാം ദേശത്ത് തലസ്ഥാനമായ സൂസായിലായിരുന്നു. ഞാൻ ഉലായ് നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുകളുയർത്തി, ഇതാ ഒരു മുട്ടാട് നദീതീരത്ത് നിൽക്കുന്നു. അതിന് 2 വലിയ കൊമ്പുകളുണ്ടായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ നീളമുള്ളതായിരുന്നു. നീളം കൂടുതലുള്ളത് അവസാനം മുളച്ചതാണ്. ആ മുട്ടാട്
പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചു മുന്നേറുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അവനോട് എതിർത്ത് നിൽക്കാനോ അവന്റെ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാനോ കഴിഞ്ഞില്ല. തന്നിഷ്ടം പോലെ അവൻ പ്രവർത്തിക്കുകയും ഗർവ് കാണിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കെ ഇതാ ഒരു കോലാട്ടുകൊറ്റൻ ഭൂതലത്തിന് കുറുകെ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ പാഞ്ഞു വരുന്നു. ആ കോലാടിന് കണ്ണുകൾക്കിടയിൽ തങ്ങി നിൽക്കുന്ന ഒരു കൊമ്പുണ്ടായിരുന്നു. നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട ഇരുകൊമ്പുകളുള്ള മുട്ടാടിനു നേരെ ഉഗ്രമായ കോപത്തോടെ അത് പാഞ്ഞു വന്നു. അവൻ മുട്ടാടിനടുത്തെത്തുന്നതും ഉഗ്രകോപം പൂണ്ട് ഇടിച്ച് മുട്ടാടിന്റെ കൊമ്പ് രണ്ടും തകർക്കുന്നതും ഞാൻ കണ്ടു. അവനെ നേരിടാൻ മുട്ടാടിന് ശക്തിയില്ലായിരുന്നു. അവൻ അതിനെ നിലത്തു വീഴ്ത്തി ചവിട്ടി മെതിച്ചു. അതിനെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പിന്നീട് കോലാട്ടുകൊറ്റൻ അതീവ ശക്തനായി. പക്ഷേ ശക്തിയുടെ പാരമ്യത്തിലെത്തിയപ്പോൾ അവന്റെ വലിയ കൊമ്പ് തകർന്നുപോയി. അതിനു പകരം ആകാശത്തിന്റെ 4 കാറ്റുകളുടെയും നേരെ ശക്തമായ 4 കൊമ്പുകൾ മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു. തെക്കോട്ടും കിഴക്കോട്ടും മഹത്വത്തിന്റെ ദേശത്തിന് നേരെയും വളർന്നു വലുതായി. അത് ആകാശ സൈന്യത്തോളം വളർന്നു വലുതായി. നക്ഷത്രവ്യൂഹങ്ങളിൽ ചിലതിനെ കുത്തിവീഴ്ത്തി ചവിട്ടി മെതിച്ചു. അത് ആകാശ സൈന്യത്തിന്റെ അധിപനെ വെല്ലുവിളിക്കുക പോലും ചെയ്തു. അവിടുത്തെ നിരന്തര ദഹനബലികൾ മുടക്കുകയും വിശുദ്ധ മന്ദിരത്തെ കീഴ്മേൽ മറിക്കുകയും ചെയ്തു. ജനം തങ്ങളുടെ പാപം നിമിത്തം അവന്റെ പിടിയിലമർന്നു. നിരന്തര ദഹനബലി മുടങ്ങി. സത്യം നിലത്തു വലിച്ചെറിയപ്പെട്ടു. കൊമ്പാകട്ടെ അടിക്കടി വിജയം നേടി. അപ്പോൾ ഒരു പരിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. വേറൊരു പരിശുദ്ധൻ ആദ്യം സംസാരിച്ചവനോട് പറഞ്ഞു, നിരന്തര ദഹനബലിയെയും നാശം വിതയ്ക്കുന്ന പാപത്തെയും വിശുദ്ധ മന്ദിരവും സൈന്യവും കാൽക്കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്നതിനെയും കുറിച്ച് ദർശനത്തിൽ ഞാൻ കണ്ടത് എത്രത്തോളം നീണ്ടു നിൽക്കും? അവൻ അവനോട് പറഞ്ഞു, 2300 സന്ധ്യകളും പ്രഭാതങ്ങളും വരെ. അപ്പോൾ വിശുദ്ധ മന്ദിരം പുനരുദ്ധരിക്കപ്പെടും. ദാനിയേലായ ഞാൻ ഈ ദർശനം ഗ്രഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഇതാ എന്റെ മുൻപിൽ മനുഷ്യരൂപമുള്ള ഒരുവൻ നിൽക്കുന്നു. ഉലായ് തീരങ്ങളിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഗബ്രിയേൽ, ദർശനം ഇവനെ ഗ്രഹിപ്പിക്കുക. ഞാൻ നിന്നിടത്തേക്ക് അവൻ വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയവിഹുലനായി സാഷ്ടാംഗം വീണു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഗ്രഹിച്ചുകൊള്ളുക. ഈ ദർശനം അവസാന കാലത്തേക്കുള്ളതാണ്. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൂർച്ഛിച്ചു വീണു. എന്നാൽ അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തി. അവൻ പറഞ്ഞു, കാലത്തിന്റെ അവസാനത്തിൽ, ക്രോധത്തിന്റെ നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിനക്ക് വെളിപ്പെടുത്തിത്തരാം. യുഗാന്തത്തെ സംബന്ധിക്കുന്നതാണിത്. 2 കൊമ്പുള്ളതായി നീ കണ്ട മുട്ടാട് മേദിയായിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരാണ്. കോലാട്ടുകൊറ്റൻ യവന രാജാവാണ്. അവന്റെ കണ്ണുകൾക്കിടയിലുള്ള വലിയ കൊമ്പ് ആദ്യത്തെ രാജാവാണ്. തകർക്കപ്പെട്ട കൊമ്പിന്റെ സ്ഥാനത്ത് മറ്റ് 4 മുളച്ചതുപോലെ അവന്റെ രാജ്യത്തു നിന്നും 4 രാജ്യങ്ങൾ ഉദയം ചെയ്യും. പക്ഷേ അവന്റെ ശക്തി അവർക്കുണ്ടായിരിക്കുകയില്ല. അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം പ്രാപിക്കുമ്പോൾ ഉഗ്രഭാവമുള്ളവനും തന്ത്രശാലിയുമായ ഒരു രാജാവ് ഉയർന്നുവരും. അവന്റെ ശക്തി വലുതായിരിക്കും. അവൻ ഭീകരനാശങ്ങൾക്ക് കാരണമാകും. തന്റെ പ്രവൃത്തികളിലെല്ലാം അവൻ വിജയിക്കും. ശക്തരെയും പരിശുദ്ധരെയും അവൻ നശിപ്പിക്കും. കൗശലം കൊണ്ട് അവൻ വഞ്ചന നിറഞ്ഞ മാർഗങ്ങളിൽ വിജയിക്കും. അവൻ അതിരറ്റ് അഹങ്കരിക്കും. മുന്നറിയിപ്പ് കൂടാതെ അവൻ അനേകരെ നശിപ്പിക്കും.
രാജാധിരാജനെതിരെ പോലും അവൻ പൊരുതും. എന്നാൽ അവൻ തകർക്കപ്പെടും, മനുഷ്യകരം കൊണ്ടായിരിക്കുകയില്ല. സന്ധ്യകളെയും പ്രഭാതങ്ങളെയും കുറിച്ചറിയിച്ച ദർശനം സത്യമാണ്. എന്നാൽ അനേക നാളുകൾക്ക് ശേഷം സംഭവിക്കേണ്ടതാകയാൽ അത് മൂടി മുദ്രവയ്ക്കുക. ദാനിയേലായ ഞാൻ തളർന്ന് ഏതാനും ദിവസം രോഗിയായി കിടന്നു. പിന്നെ ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ കാര്യങ്ങളിൽ മുഴുകി. ദർശനം നിമിത്തം ഞാൻ അസ്വസ്ഥനായിരുന്നു. അത് ഗ്രഹിക്കാൻ എനിക്ക് സാധിച്ചതുമില്ല.